സീക്രട്ട് ഏജന്റ് ഇനി മുതലില്ല, ഇനി മുതൽ സായി കൃഷ്ണ മാത്രം. അതായത് ലാസ്റ്റുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അടുത്ത് സീക്രട്ട് ഏജന്റ് സായി ചേട്ടൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കേൾക്കാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. കാരണം ഇതിൻ്റെ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അതായത് ഞാനൊരു മകനായിട്ടും ഇരിക്കണം, ഒരു ഭർത്താവായിട്ടും ഇരിക്കണം. ഞാൻ ലിറ്ററലി അവരുടെ ഇടയിൽ ഷട്ടിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മേനോടൊന്നും പറയാൻ പറ്റുന്നില്ല, പുറത്ത് വൈഫിനോടൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു അഗ്രസീവ് ഫേസിലേക്ക് പോവുകയും ചെയ്യുന്നു. അമ്മ വിളിക്കുമ്പോഴും ഒരു മൂഡ്, സ്നേഹം വിളിക്കുമ്പോഴും വേറെ മൂഡ്. അതൊരു പ്രത്യേക തരം ഇതാണ്. അത് അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണും. എന്നെ നിങ്ങളത് അനുഭവിപ്പിക്കാതിരിക്കുക. കാരണം ഞാനിവിടെ സ്നേഹ പ്ലസ് അമ്മ സമാധാനം ഫോർമീന്നാണ് എഴുതിയിട്ടുള്ളത്. സ്നേഹ പ്ലസ് അമ്മ സമം സമാധാനം എന്നുള്ളത്. ആൻഡ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സായി ചേട്ടൻ പറഞ്ഞതിന് ശേഷമാണെങ്കിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ, കൂടുതലും കമൻറ്റ് ബോക്സിലൂടെയാണ് പലരും പറയുന്നുണ്ട് ഇത് സായി ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഇത്. ഓഫ് കോഴ്സ് പല ആളുകളും ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പലതും ഇങ്ങനെ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഈ കല്യാണം കഴിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള അറിവുകളുടെ ഒരു ക്ഷാമം എൻ്റെ സംസാരത്തിലുണ്ടാകുമായിരിക്കും. പക്ഷേ ഇത് സംസാരിക്കാനുള്ള പക്വതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പക്വത പ്രത്യേകിച്ച് ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പൂർണ്ണമായിട്ടും പക്വത നിറഞ്ഞൊരു മനുഷ്യൻ ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമായിരിക്കും. കാരണം ഇന്ന് നമ്മളിപ്പോൾ ഒരു 80 വയസ്സുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് അയാൾ ഇനി ഒരു 85 വയസ്സാവുന്ന സമയത്തേക്കും നമ്മൾ ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരിക്കും ഞാൻ 80 വയസ്സുള്ളതിനെക്കാട്ടിൽ കുറച്ചുകൂടെ പക്വത എനിക്ക് 85-ാമത്തെ വയസ്സിലായെന്ന് പറയും. സോ ഈ പക്വത എന്ന് പറയുന്നത് വലിയ പ്രസക്തമല്ലാത്ത, അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സംസാരിക്കുന്നതിന് പക്വതയുടെ ആവശ്യം അധികമായിട്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ സായി ചേട്ടൻ ഈ ഒരു സാധനം പറഞ്ഞപ്പോൾ സായി ചേട്ടന് ഓൾറെഡി അത്യാവശ്യം വിവരബോധമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം ഈ ബിഗ് ബോസ് പോലുള്ളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ഫാമിലി വ്ളോഗേഴ്സിനെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ ചില സാധനങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് സായി ചേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സായി ചേട്ടൻ തൻ്റെ പ്രൈവറ്റ് ലൈഫിലുള്ള ഒരു കാര്യമാണ് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് അവതരിപ്പിച്ചതെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഔട്ട് പോകുമ്പോൾ ആളുകൾ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് സായി ചേട്ടൻ ഒന്ന് ചിന്തിക്കാമായിരുന്നു. ഒരു പക്ഷേ സായി ചേട്ടൻ അറിഞ്ഞുകൊണ്ട് ഇത് ആളുകൾ സംസാരിക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ളൊരു ഈ പ്രോബ്ലം ഇങ്ങനെയുള്ള പുറത്തുനിന്നുള്ളൊരു ഇൻഫ്ലുവൻസ് കാരണമെങ്കിലും വീട്ടിലെ പ്രോബ്ലമൊക്കെ മാറണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോ പുള്ളി അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു എന്തുകൊണ്ട് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് അവിടെ സംസാരിച്ചു എന്നുള്ളത് ഒന്നാമത്തെ പോയിൻ്റാണ്. അത് പുള്ളി തന്നെ വന്ന് പുറത്ത് വരുമ്പോൾ അത് പറയുമായിരിക്കും എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ സ്നേഹശേഷിയൊക്കെയാണ് ഇപ്പം സീക്രട്ട് ചാനൽ, സായി ചേട്ടൻ്റെ ചാനൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ചാനൽ ഡൗൺ ആയി പോകില്ല, എല്ലാ ദിവസവും വീഡിയോ വരണം, വലിയ സീനാണ്. അപ്പം സ്നേഹചേച്ചിയും ജിത്തുബായും കൂടെ നിന്നിട്ടാണ് ഇപ്പം ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ടോപ്പിക്സ് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്നേഹചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ പറയുന്ന സായി ചേട്ടൻ്റെ അടുത്താണെങ്കിൽ നേരിട്ട് സംസാരിച്ചിട്ടുള്ള, നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്രയും മാത്രമല്ല. എനിക്ക് നിങ്ങളെ ആരെയും എന്താ പറയുക, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ വളരെ പക്വതയോടുകൂടി നിങ്ങൾ രണ്ടു കൂട്ടരും കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ആളുകൾ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കും. അത് പിന്നെ ഒരുപക്ഷെ നിങ്ങളത് ഒരു സ്പോർട്സ്മാൻഷിപ്പിൽ തന്നെ എടുക്കുന്ന ആളുകളാണ് രണ്ടു കൂട്ടരുമെങ്കിൽ, സായി ചേട്ടൻ്റെ കാര്യം നമുക്കറിയാം, സ്നേഹചേച്ചി അതേ രീതിയിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്നേഹചേച്ചിയുടെ എന്താ പറയുക, സ്നേഹചേച്ചി ഇതിന് ശേഷം ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. എല്ലാവർക്കും സായിസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ പുതിയ ചാനലിന്റെ പേര് മാറ്റുകയാണ്, സായി കൃഷ്ണൻസ് ഫാമിലി വ്ളോഗ്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പാതാരബന്ധങ്ങൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾക്ക് ഇനി സീക്രട്ട് ഏജന്റ് ഇല്ല, ഞങ്ങൾക്ക് ഇനി സായി കൃഷ്ണനേ ഉള്ളൂ. സായി കൃഷ്ണൻസ് ഫാമിലി വ്ളോഗ്സ് അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോ അത് ഫാമിലി വ്ളോഗ്, ഫുഡ് ഉണ്ടാവും, ട്രാവൽ ഉണ്ടാവും. സാധാരണ ഞങ്ങളുടെ ചാനലിലാണ് അതൊക്കെ ഉണ്ടാവുക. ഇനി ഈ ചാനലിൽ ഞങ്ങൾ ഇനി അതൊക്കെയാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. ചേച്ചി ഇതിനകത്ത് ഇപ്പോൾ ചേച്ചി ജിത്തുബായും കൂടെ ആണെങ്കിൽ ഇതിനകത്ത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊരു സ്പോർട്സ്മാൻഷിപ്പിൽ ഇപ്പോൾ സായി ചേട്ടൻ വന്ന് ഇത് കണ്ടെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഫണ്ണായിട്ടുള്ള രീതിയിൽ എടുക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കമൻറ്റ് ബോക്സുകൾ വായിക്കുമ്പോഴത്തേക്കിന് ഇതിനെ മറ്റൊരു രീതിയിലേക്ക് ചേച്ചി കൊണ്ടെത്തിച്ചു. കാര്യം ഇത്രയും സീരിയസ് ആയിട്ട് ഒരാളുടെ അവസ്ഥ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇവർക്കിടയിലുള്ള ഇവരുടെ ഫാമിലി പരമായിട്ട് എനിക്ക് അറിയില്ലെങ്കിൽ കൂടി ഇപ്പം ഒരുപക്ഷെ അവർക്കിടയിലെ ഫാമിലിയിൽ ഇപ്പം സ്നേഹചേച്ചിയും സായി ചേട്ടൻ്റെ അമ്മയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ചെറിയ ചർച്ചകളൊക്കെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പം എനിക്കിത് ഫസ്റ്റ് ഈ ഒരു വീഡിയോ ഉണ്ടപ്പോൾ എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ഒരുപക്ഷെ സ്നേഹശേഷിക്കാണെങ്കിൽ ഇങ്ങനത്തുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉള്ളിലുണ്ട്. അപ്പം ആ ഒരു വിഷമം പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ
ഇതിന് വലിയ ബോധർ ചെയ്യാതെ സായി ചേട്ടനെ കളിയാക്കുന്ന രീതിയിലായിരിക്കും പറയുന്നത്. കാര്യം എനിക്കൊരു വീഡിയോ കണ്ടപ്പോൾ സായി ചേട്ടനെ മുഴുവനായിട്ട് കളിയാക്കി പറയുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചേച്ചി എൻ്റെ അടുത്തൊന്നും തോന്നരുത്, ബുദ്ധിമുട്ടൊന്നും തോന്നരുത്, എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നൊരു കാര്യമാണ്. അപ്പം ഇതിനകത്ത് പറയുന്ന രീതി മുതൽ ഫാമിലി വ്ളോഗിങ് ആണ് കാര്യങ്ങളൊക്കെ. കാര്യം സായി ചേട്ടൻ അവിടെ വന്നിട്ട് പുതിയൊരു മനുഷ്യനായല്ലോ എന്നൊക്കെ സായി ചേട്ടൻ പറയുന്നുണ്ടല്ലോ. സ്നേഹശേഷി തന്നെ മുമ്പൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളത് സായി അവിടെ പോകുന്നതിന് മുമ്പും നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു, അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നൊക്കെ സ്നേഹശേഷി മുമ്പ് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ചേച്ചി പിന്നീട് വന്നിട്ട് ഇപ്പം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇനി മുതൽ ഫാമിലി വ്ളോഗിങ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സർക്കസം ആണെങ്കിൽ കൂടി അത് ചിലപ്പോൾ എല്ലാവർക്കും കണ്ടുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല ചേച്ചി. ഇപ്പം എനിക്ക് കാണുമ്പോൾ ഇറ്റ്സ് ഓക്കെ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സായി ചേട്ടനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ അതേ രീതിയിൽ സായി ചേട്ടൻ സ്പോർട്സ്മാൻഷിപ്പിൽ എടുക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേച്ചി അതേ രീതിയിൽ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ബാക്കി ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ആകെ ഒരു പ്രതീക്ഷ ബാക്കി ഉണ്ടായിരുന്നത് സായി എത്തിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. തിരിച്ചു വന്നാൽ ഞങ്ങളെല്ലാം അമ്പലത്തിക്ക് സായിനെ കൊണ്ടുപോകും. അവിടെ എത്തിയിട്ട് മനുഷ്യനായി മാറിയ സായിക്ക് എന്തായാലും അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ എന്നാക്കും അല്ലേ? അതിനിപ്പോ അത് നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ സായി എല്ലാ ദിവസങ്ങളില് ഒരു ഭിക്ഷാടനം, യാത്ര, ഇങ്ങനെയൊക്കെയാണ് എന്റെ ആദ്യം കാശി പോയിട്ട് തുടങ്ങാന്നാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. ഗുരുവേ നമഃ എന്നൊക്കെ പറഞ്ഞാൽ അതും കേൾക്കേണ്ടി വരും. ഞാൻ അവിടെ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ആദ്യം ഏൽപ്പിച്ച് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നുള്ളത്. എന്റെ പൊന്നോ, നിങ്ങളിത് സായി ചേട്ടനെ വലിച്ചത് എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? എടാ ഇത് ഭയങ്കരമായിട്ട് ചേച്ചി ഇത് കളിയാക്കുന്ന പോലെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ സായി ചേട്ടൻ ഓൾറെഡി എന്താ പറയുക, നമുക്ക് വീഡിയോസൊക്കെ സായി ചേട്ടനെ കാണുന്ന ആളുകൾക്കറിയാം സായി ചേട്ടന് ദൈവത്തിലധികം വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അധികം നല്ല ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊരു വ്യക്തി ഹൗസിനകത്തേക്ക് ചേർന്ന് നല്ലൊരു മനുഷ്യനായി ഇനി മുതലെല്ലാം അമ്പലങ്ങളിൽ പോവും എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരാളൊരു നല്ല മനുഷ്യനാവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദൈവവിശ്വാസിയാവുന്നു എന്നുള്ളതല്ല. ഓക്കെ, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നല്ല മനുഷ്യനാവുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിറ്റീസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഒരു ദൈവവിശ്വാസം ഉണ്ടാകുന്ന സംഭവങ്ങളോ കാര്യങ്ങളൊന്നും അല്ല. അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക. കാര്യം തന്നെ കേട്ടോ. ഞാൻ പോസിറ്റീവായിട്ട് പറയാം, നമ്മൾ അത്രയും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരാളോ നല്ല ഒരു ഭയങ്കര ആള് നമുക്ക് ബിഗ് ബോസിൽ ഇട്ട നല്ല മനുഷ്യനെ വന്നത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ കളിക്ക് പറയില്ല, നല്ലത് തന്നെയാണ്. ഹോമിലൊക്കെ വിടുന്ന പോലെ ആളുകൾക്ക് വേണമെങ്കിൽ ബിഗ് ബോസിൽ വിടാവുന്നതാണ്. വളരെ നല്ലൊരു മനുഷ്യനായിട്ട് നമുക്ക് ആളെ തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ വീഡിയോക്ക് എത്ര പറഞ്ഞേക്കുന്നത്. ഒരു 10 മിനിറ്റുള്ള ഒരു ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ ബാക്കി റിവ്യൂ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ പറയുന്നതാണ് ഈ സായി ചേട്ടൻ്റെ ഇത്രയും കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു കമൻറ്റ് സെക്ഷൻ ഞാൻ കുറച്ച് വായിക്കാവേ. സായി പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾ തിരിച്ചറിയണം. ഒരുപാട് ഫാമിലിയിൽ നടക്കുന്ന കാര്യമാണിത്, തിരിച്ചു തള്ളാൻ പറ്റിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ സായിയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അയാളൊന്ന് നന്നാവാനും സമ്മതിക്കാത്ത പെണ്ണ് എന്ന് ഇപ്പം ഈ ചേച്ചി ഈ ടൈപ്പ് ഓഫ് കമൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് ചേച്ചി അത് ഇപ്പം ഏത് സെൻസിൽ ചേച്ചി ഉദ്ദേശിച്ചതാണെങ്കിൽ കൂടി കാണുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് കളിയാക്കുന്ന രീതിയിലുള്ള കാര്യമാണ് തോന്നുന്നത്. കാര്യം ഒരു ഹസ്ബൻഡ് എന്ന നിലയിലേക്ക്, ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന നിലയിലേക്ക് പുള്ളി തൻ്റെ ഒരു എന്താ പറയുക വിഷമമുള്ളൊരു അവസ്ഥയാണ് പുള്ളി ആ ഒരു ഹൗസിലൂടെ ഇത്രയും ആളുകൾ കേൾക്കെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സായി ചേട്ടൻ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ഹൗസിൽ വന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു ഇത് എന്തായാലും സായി ചേട്ടൻ അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡിയ പുള്ളിക്ക് കാണുമായിരിക്കും. അപ്പം ചേച്ചി ഇത് പിന്നീട് വന്നിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ആളുകൾ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നെ വല്ലപ്പോഴും ആ ചെക്കനെ കാറിൽ നിന്ന് അവൻ്റെ വീട്ടിൽ വിടണേ, അവനൊരു യഥാർത്ഥ മനുഷ്യനാവട്ടെ. പിന്നെ സ്നേഹയ്ക്ക് ചെറിയ അസൂയ ഉണ്ടല്ലേ സായി അമ്മയെ സ്നേഹിക്കുന്നതിന്. ഇതിപ്പം ഈ പറയുന്ന കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇവരുടെ വീട്ടിലാണെങ്കിൽ എത്ര പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പോകുന്ന ആളുകളാണെന്ന് ഉറപ്പുണ്ടോ? ഒരിക്കലും ഈ കമൻ്റ് ഇടുന്ന ആളുകളുടെ വീട്ടിൽ തന്നെ എന്നും അടിയും മടുപ്പായിരിക്കും. എന്നിട്ടായിരിക്കും ഈ കമൻ്റൊക്കെ വന്നിടുന്നത്. താൻ അമ്മായിയമ്മയുമായി അടിയാണെന്ന് സായി പറഞ്ഞല്ലോ, എന്നിട്ടാണ് നാട്ടുകാരുടെ കാര്യത്തിൽ ഭാര്യയും ഭർത്താവും കൂടി അഭിപ്രായം പറയുന്നത്. ആദ്യം സ്വന്തം ഫാമിലി നന്നാക്കോ, എന്നിട്ട് ആളുകളുടെ കുറ്റവും കുറവും പറയാം. ഏത് ഫാമിലിയിലാണ് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തത്? ഏത് ഫാമിലിയിലാണ്? അപ്പം ഫാമിലിയിലെ എല്ലാ കുറ്റങ്ങളും കുറവുകളും തീർത്തതിന് ശേഷം പുറത്തേക്ക് സംസാരിക്കാനായിരുന്നു ആളുകൾ വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഗാന്ധിജി പോലുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ സായി ചേട്ടനെ കമ്പയർ ചെയ്ത് പറഞ്ഞതല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾ ഫാമിലിയിലെ പ്രോബ്ലംസ് തീർത്തിട്ട് പുറത്തോട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ കമൻ്റൊക്കെ ഇട്ടവരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്നും അടിയും മഴക്കും ഒക്കെ പുറത്ത് പറയാൻ കൊള്ളാത്ത വിഷയങ്ങളൊക്കെ ആയിരിക്കും. എന്നിട്ട് മറ്റൊരാളുടെ കാര്യത്തിൽ വന്ന് ഇതുപോലെ കമൻറ്റ് വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഒരു സെൻസും ആലോചിക്കണം. പിന്നെ ഭർത്താവിനെ മറ്റൊരുത്തനൊപ്പം കൂടി കളിയാക്കുന്ന ഭാര്യ. എൻ്റെ ചേച്ചി ഇത് ആളുകൾ പറയുന്നത് നമുക്കത് എന്താ പറയുക. ഇപ്പം ചേച്ചി ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ ചേച്ചിയാണെങ്കിൽ ആ ഒരു വീഡിയോയിലൂടെ വന്നിട്ട് സായി ചേട്ടൻ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ട് നിങ്ങൾ ആ ഒരു ഫൺ എലമെൻറ്റിലായിരിക്കും നിങ്ങൾ പരസ്പരം പോവുക. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ചേച്ചി കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുക.
പിന്നെ തിരിച്ചെത്തുന്ന സായിനെ കാത്തിരിക്കുന്നത് സമാധാനമല്ല എന്ന് മനസ്സിലാക്കിയവർ ഉണ്ടോ? റിവ്യൂ പറയാൻ കാറിൽ കയറുന്ന അവനെ സ്നേഹം ബോംബ് വെച്ച് കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. എടി എന്തോന്നൊക്കെ കമൻ്റാണ് ഇടുന്നത്. പിന്നെ ഇതിൽ കളിയാക്കാൻ എന്തിരിക്കുന്നു, അതും ഭാര്യ. പിന്നെ സ്നേഹ സായിയുടെ അമ്മയുമായി നല്ല സുഖത്തിലല്ല എന്ന് മനസ്സിലായി, അതാണ് നീ ഇത്ര ചിരിക്കുന്നത്. നിന്റെ സുന്ദരമായ മുഖം പോലല്ല മനസ്സെന്ന് തോന്നുന്നു. എടി ഇത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാണ്, ഒരു പക്ഷേ ചേച്ചിക്ക് അങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ വിഷമം പുറത്ത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഇതുപോലെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത്. അതൊരു സെൻസ് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് സ്നേഹിക്കുള്ള പോസിറ്റീവ് ഒക്കെ വൻ നെഗറ്റീവ് ആകും തീർച്ച. ഇത് തന്നെയാണ് ചേച്ചി ഞാനും വീഡിയോയുടെ ഇതായിട്ട് മീൻസ് ഞാൻ വീഡിയോയ്ക്കകത്തൂടെ പറയാൻ ഉദ്ദേശിച്ചത്. കാര്യം ചേച്ചി ഇതിനകത്ത് ഇത് നല്ല രീതിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആളുകൾക്കിടയിൽ ശരിയായ രീതിയിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതാണിപ്പം ഈ ഒരു കമൻറ്റിനകത്ത് പറയുന്നത്. ചേച്ചിക്ക് ഓൾറെഡി കുറച്ച് ആളുകളൊക്കെ ചേച്ചി ഇഷ്ടപ്പെടുന്നുണ്ട്. സായിച്ചേട്ടനകത്ത് പോകുന്നതിന് ശേഷം ചേച്ചി റിവ്യൂ പറയുന്നതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ചേച്ചി ഇത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ചേച്ചിയുടെ ഒരു നെഗറ്റീവ് സാധനങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സ്നേഹ കളിയാക്കണ്ട, നിൻ്റെ ഹസ്ബൻഡാണ്, ഓർമ്മ വേണം. അവൻ്റെ മനസ്സിൽ തോന്നിയത് അവൻ പറഞ്ഞു. നിൻ്റെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് അവൻ്റെ വേദനയാണ് പറഞ്ഞത്. അപ്പം സായിച്ചേട്ടൻ്റെ അവസ്ഥ, ഇപ്പം സായിച്ചേട്ടൻ്റെ കാര്യം മാത്രമല്ല ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങൾ മീൻസ് ഭാര്യയും അമ്മയമ്മയും തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഇരുത്തിയിട്ട് രണ്ടുപേരുടെ ഭാഗം കേൾക്കുക. എന്നിട്ട് അമ്മയുടെ അടുത്ത് ചെന്നിട്ടാണെങ്കിൽ അമ്മയുടെ അടുത്ത് നല്ലത് പറയുക, ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് ഭാര്യയുടെ നല്ലത് പറയുക. എന്നിട്ട് ഇവർ തമ്മിലാണെങ്കിൽ പിന്നെ ഇവർ തമ്മിൽ ഒന്നാവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ നമ്മളൊരു എന്താ പറയുക ആണൊരുത്തൻ്റെ കഴിവാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ സായിച്ചേട്ടനെ പറ്റി പറയുമ്പോഴത്തേക്കിന് നല്ലൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എനിക്ക് സത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. സായിച്ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച ഒരു രീതി വെച്ചിട്ട് ഞാൻ പറയാം, പുള്ളി അത്യാവശ്യം നൈസായിട്ടുള്ളൊരു മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ പുള്ളി വീഡിയോയ്ക്കകത്തൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പലരും പറയുന്നുണ്ട്, വീഡിയോയ്ക്കകത്തൂടെ ചെയ്യുന്ന സായി അല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ സായിച്ചേട്ടൻ അവിടെ മണ്ടത്തരമൊക്കെ കാണിക്കുമെന്ന് ചിലർ, എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഒരു ഗുണാക്കുമല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ സായിച്ചേട്ടൻ ഒരു വീഡിയോസ് ചെയ്യുന്നത് ചില സാധനങ്ങൾ ഞാൻ പലപ്പോഴും ഇടയ്ക്ക് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം. ചില വീഡിയോസ് നമ്മൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇത് കാണാൻ ആളുകളുണ്ട്, ആളുകൾക്ക് കാണാൻ ഇതാണ് ഇഷ്ടം, ഇങ്ങനെ പറയുന്നതാണ് കേൾക്കാൻ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ചിലതൊക്കെ അങ്ങനെ പറയേണ്ടി വരും. ഇപ്പം നമ്മുടെ അടുത്ത് പറയാം, എടാ നീ എവിടെ വരെ പോകുന്നതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശ്രദ്ധിക്കാൻ ആളുണ്ടാവില്ല. പക്ഷേ എവിടെയോ നീ പോകുന്നത് എന്ന് നമ്മൾ കൽപ്പിച്ച് തോന്നി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ ആളുണ്ടാവും. അതാണ് ഒരു വ്യത്യാസം. അപ്പം ആളുകളുടെ പൾസ് എന്താണെന്ന് അറിഞ്ഞിട്ട് സായിച്ചേട്ടൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കുഴപ്പമാണ്. പിന്നെ ഇതിനകത്ത് കയറിയിട്ട് പുള്ളിക്ക് ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യേണ്ട പ്രത്യേകം കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ ഹൗസിലുള്ള ആളുകൾ ആ ഒരു ക്രൂ ഉണ്ടാക്കുന്നുണ്ട് കണ്ടന്റ്, അതിനനുസരിച്ച് ഇവർ നിന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ പുള്ളി റിയലായിട്ട് നിൽക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അതിനെ എല്ലാവരും കൂടെ വളച്ചൊടിച്ചിട്ട് സായിച്ചേട്ടൻ എന്താ പറയുക, ഈ പറയുന്ന ഡയമണ്ട് ആ സംഭവമാണെങ്കിൽ ശ്രീരേഖ ചേച്ചിക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പുറത്ത് നിന്ന് കുറ്റം പറഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് ശ്രീരേഖ ചേച്ചിയായിട്ടൊക്കെ ആണെങ്കിൽ കമ്പനി കൂടുന്നു എന്നൊക്കെ പറഞ്ഞിടെ, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അകത്തെ ബിഗ് ബോസ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവില്ലേ. അകത്ത് ചെന്നപ്പോൾ പുള്ളിക്കാരി നല്ല രീതിയിൽ സായിച്ചേട്ടൻ്റെ അടുത്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സായിച്ചേട്ടൻ പിന്നെ പൊടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സായിച്ചേട്ടൻ നെഗറ്റീവ് അല്ല വീഡിയോ ഉള്ളൂ. അപ്പം ബെറ്റർ നിങ്ങൾ അത്യാവശ്യം കോമൺ സെൻസ് ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ.